നമസ്കാരം. മാൻ യുണൈറ്റഡ് മല്ലുവിൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അങ്ങനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് തുടങ്ങാൻ ജസ്റ്റ് രണ്ട് ദിവസം മാത്രം ബാക്കി. നമ്മൾ കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് പ്രീമിയർ ലീഗിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞു. പക്ഷേ പ്രീമിയർ ലീഗ് ക്ലബ് ഫുട്ബോൾ തിരിച്ചെത്തുകയാണ്. അപ്പോൾ നമ്മുടെ ടീമിനോടുള്ള പ്രതീക്ഷയും എന്താ പറയുക, നമ്മുടെ ടീം എവിടെ എത്തും, ഈ ഒരു സീസണിൽ എങ്ങനെയായിരിക്കും കളി കൊണ്ടുപോകാൻ പോകുന്നതെന്നൊക്കെ ഉള്ള പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. സോ ഈ സീസൺ, ദാറ്റ് ഇസ് 2026-27 സീസണിലുള്ള ടോപ്പ് 6 പ്രഡിക്ഷൻസ് ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ടീം നമ്പർ 6 ടോട്ടൻഹാം ഹോട്ട്സ്പർ. ഈ സീസണിൽ ടോട്ടൻഹാം നടത്തിയിട്ടുള്ള സൈനിങ്സ് തന്നെയാണ് ഇതിന് മുഖ്യ കാരണം. ഏകദേശം 17th പൊസിഷനിലായിരുന്നു കഴിഞ്ഞ 2 സീസണിലും ടോട്ടൻഹാം. അവിടെ നിന്ന് അവർ റോബർട്ടോ ഡിസേർബി എന്നുള്ളൊരു മികച്ചൊരു കോച്ചിനെ കൊണ്ടുവരുന്നു. പിന്നെ കോച്ചിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സീസണിലും മികച്ച സൈനിങ്സ് ആണ് അവർ നടത്തിയിരിക്കുന്നത്. മെത്തിയാസ് ഫെർണാണ്ടസ്, സാൻഡ്രോ ടൊണാലി, സെനസി, ഇതേപോലത്തെ ഉള്ള ടോപ്പ് പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് അവർ സ്ക്വാഡ് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അവരുടെ ടീമിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള എന്താ പറയുക, ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ലൈക്ക് കുറേ ആൾക്കാർ എടുത്ത് കളഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ അവർ നിലനിർത്തി. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ അഡീഷണൽ സൈനിങ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലൈക്ക് ദേ ആർ ഗോയിങ് ടു ബി എ ഫാക്ടർ, ഈ അഡീഷണൽ സൈനിങ്സ്. അതും നോർമൽ സൈനിങ്സ് അല്ല, അത്യാവശ്യം പ്രീമിയർ ലീഗിലേക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ടോപ്പ് പ്ലെയേഴ്സിനെ തന്നെയാണ് അവർ ടീമിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട്, ആൻഡ് ഓൾസോ ഈ വർഷം അവർക്ക് എന്താ പറയുക, യൂറോപ്യൻ ഫുട്ബോളും കാര്യങ്ങളൊന്നുമില്ല. സോ അത് കാരണം തന്നെ ഡെഫിനറ്റ്ലി പ്രീമിയർ ലീഗും പിന്നെ ഡൊമസ്റ്റിക് കപ്പ് കോമ്പറ്റീഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡെസർബിക്ക് കൂടുതൽ ടൈം ഈ ടീമുമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം അത് കാരണം തന്നെ ഡെസർബിയുടെ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ടീമിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഐ തിങ്ക് ദേ ആർ ഗോയിങ് ടു ഇംപ്രൂവ്. ഡെഫിനറ്റ്ലി കഴിഞ്ഞ പ്രാവശ്യത്തെ 17 നിന്നും എനിക്ക് തോന്നുന്നു ഒരു 6th പൊസിഷനിലേക്ക് എത്താനായിട്ടുള്ള ഒരു ടീം അവർക്കുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി അവരൊരു നല്ല ഒരു സ്ട്രോങ് പെർഫോമൻസോട് കൂടി ഈ സീസൺ എൻഡ് ചെയ്യിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഐ പുട്ട് ദം ഇൻ ദ 6th പ്ലേസ്. 5th പൊസിഷൻ ലിവർപൂൾ. ഞാൻ ഈ സീസണിൽ ലിവർപൂളിനാണ് 5th പൊസിഷൻ കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ അവരുടെ സൈനിങ്സ് തന്നെയാണ്. ലൈക്ക് അത്രയ്ക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ടോപ്പ് സൈനിങ്സ് അവർക്ക് വന്നിട്ടില്ല. ആൻഡ് ഓൾസോ ദേ ഹാവ് എ ന്യൂ കോച്ച്. അന്തോണി ഇറോള ആണ് കോച്ചായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആർനെ സ്ലോട്ടിനെ മാറ്റിയിട്ട് അവർ ഈ സീസണിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇറോള ഡെഫിനറ്റ്ലി എ ഗുഡ് കോച്ച്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ വന്നിട്ടുള്ള പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ദേ ആർ നോട്ട് ലൈക്ക് ടോപ്പ് കോച്ചസ് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് അവരെ പുറകിലോട്ട് വലിക്കുന്ന ഫാക്ടേഴ്സ്. ജെറമി ജാക്വേറ്റിനും പിന്നെ വിക്ടർ മുനിയോസ്, സാമുവൽ മാർട്ടിനസ്, റൊണാൾഡ് അറഗോ, ഇവരൊക്കെയാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന താരങ്ങൾ. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവരൊന്നും അത്ര ടോപ്പായിട്ടുള്ള പ്ലെയേഴ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് മുഹമ്മദ് സല, റോബർട്ട്സൺ, കൊനാട്ടെ, പിന്നെ ഇങ്ങനത്തെ ഉള്ള നല്ല പ്ലെയേഴ്സിനെ അവർക്ക് അവർ സെല്ല് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാരണം ലൈക്ക് ടീം അത്രയ്ക്കൊരു ലെവലിലേക്ക് എത്തും എന്ന് തോന്നില്ല. ആൻഡ് ഓൾസോ ഇറോള പറയുന്നുണ്ടായിരുന്നു ഈ പ്രീ സീസൺ ഗെയിംസിൻ്റെ ഇടയ്ക്ക്, വി ആർ ഓൺലി പ്രിപ്പയർ ടു പ്ലേ ഫോർ 30 മിനിറ്റ്സ് കളിക്കാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത്തും അതിനുള്ള എന്താ പറയുക ഒരു കാലിബർ ഇപ്പോഴത്തെ ഉള്ള പ്ലെയേഴ്സിനുള്ളൂ, അല്ലെങ്കിൽ അത്രയും ഓടി നിൽക്കാനേ പറ്റുന്നുള്ളൂ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അപ്പം ദാറ്റ് മീൻസ് ലൈക്ക് ദിസ് ടീം നീഡ്സ് ടു ഇംപ്രൂവ് എ ലോട്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ലൈക്ക് ലിവർപൂൾ ഇസ് ഗോയിങ് ടു സ്ട്രഗിൾ എ ലിറ്റിൽ ബിറ്റ്. പിന്നെ അതിനുശേഷം അവർ ഡെഫിനറ്റ്ലി അവരുടെ ക്യാപ്റ്റൻ വാൻഡൈക്ക് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും കഴിഞ്ഞ പ്രാവശ്യം വാൻഡൈക്കിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ദേ ഹാവ് എന്താ പറയുക ഏജിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം എനിക്ക് തോന്നുന്നു ദേ വുഡ് ബി ഇൻ 5th പൊസിഷൻ. ആൻഡ് ഓൾസോ ഈ സീസൺ ഡെഫിനറ്റ്ലി അവരുടെ പ്ലെയേഴ്സ്, പ്രത്യേകിച്ച് മിഡ്ഫീൽഡ് പ്ലെയേഴ്സ് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ടോറഡ് സീസൺ ഫോർ ദം. അപ്പോൾ എനിക്ക് തോന്നുന്നു ലൈക്ക് ഐ ആം പുട്ടിങ് ലിവർപൂൾ ഇൻ ദ 5th പൊസിഷൻ. പൊസിഷൻ നമ്പർ 4 മാഞ്ചസ്റ്റർ സിറ്റി. അങ്ങനെ പെപ് ഗോർഡിയോള ഇല്ലാത്ത ഒരു മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഈ സീസൺ മുതൽ പ്രീമിയർ ലീഗിൽ കളിക്കാൻ വരുന്നത്. മെറസ്കായുടെ അണ്ടറിലാണ് ഈ ടീം പുതിയതായിട്ട് ബിൽഡപ്പ് ചെയ്തു വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഒരു മെയിൻ ഫാക്ടർ. പെപ് ഫാക്ടർ എന്നുള്ള ഇത് കാരണം കൊണ്ടാണ് ഇത്രയും വർഷം മാഞ്ചസ്റ്റർ സിറ്റി അത്രയും ഒരു പെർഫോമൻസ് ലെവലിൽ ടീമിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു ഫാക്ടർ പോകുന്നു. ആൻഡ് മെറസ്ക ഈസ് ഗെറ്റിംഗ് എ ടീം ഒരു ട്രാൻസിഷൻ പീരീഡിൽ തന്നെയായിരിക്കും സിറ്റി. അപ്പം ആ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ സിറ്റീനെ 4th പൊസിഷനിലേക്ക് ഇടുന്നത്. കുറച്ച് നോട്ടബിൾ സൈനിങ്സ് വന്നിട്ടുണ്ട്, ലൈക്ക് എലിയട്ട് ആൻഡർസൺ ഫോർ 116 million. പിന്നെ അത് കഴിഞ്ഞിട്ട് ജെറമി മോങ്ക, പിയേഴ്സ് ചാൾസ്, റൂയിലി, ഇതേപോലത്തുള്ള പ്ലെയേഴ്സാണ്. അല്ലാതെ ഒരു ടോപ്പ് സൈനിങ് ഡെഫിനറ്റ്ലി എലിയട്ട് ആൻഡർസൺ ഉണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നല്ല സൈനിങ്സ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ വി ആർ ഹിയറിംഗ് ദാറ്റ് എന്താ പറയുക, ബുവാദി വരുന്നുണ്ട്, എൻസോ ഫെർണാണ്ടസിനെയൊക്കെ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആ കാരണങ്ങളുണ്ട്. ലൈക്ക് ഇഫ് ദേ ക്യാൻ ബ്രിങ് ദറ്റ് മിഡ്ഫീൽഡ്, അവർ കുറച്ച് പ്രോപ്പറായിട്ടുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് ആ മിഡ്ഫീൽഡ് ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ദം. പിന്നെ റോഡ്രി എന്നുള്ളൊരു മാസ്റ്റർ ആ ടീം വിട്ട് പോകുന്നത് തന്നെയാണ് ഇതിനകത്തുള്ള
ഏറ്റവും എന്താ പറയുക അവരെ പുറകിലോട്ട് വലിക്കുന്ന ഒരു ഫാക്ടർ. കാരണം റോഡ്രിയുടെ പെർഫോമൻസ് നമ്മൾ എല്ലാവരും കണ്ടതാണ്. സോ റോഡ്രി ഇല്ലാത്ത ആ ടീം എന്താ പറയുക ഏത് ലെവൽ വരെ പോകും എന്നുള്ളത് കാണേണ്ടതാണ്. ആൻഡ് മെറസ്ക ഇപ്പോൾ ഫേസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹീസ് നോട്ട് ഗെറ്റിംഗ് ദ പ്രോപ്പർ സൈനിങ്സ്. മാനേജ്മെന്റ് അത്രയും നല്ല സൈനിങ്സിനെ കൊണ്ടുവരാനായിട്ട് ഇതുവരെയ്ക്ക് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ടുവേർഡ്സ് ദി എൻഡായി. സാധാരണ സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ സൈനിങ്സ് നടത്തും ആൻഡ് പെപ്പിനെ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മെറസ്കയ്ക്ക് ആ ലെവലിലുള്ള സപ്പോർട്ട് ഇതുവരെയ്ക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു എന്താ പറയുക കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. സോ ഓൺ ദാറ്റ് ബേസിസ് ഐ പുട്ട് മാഞ്ചസ്റ്റർ സിറ്റി ഇൻ 4th പൊസിഷൻ. പൊസിഷൻ 3 ചെൽസി. അങ്ങനെ ചെൽസി ഈ സീസണിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാബി അലോൺസോ എന്നുള്ള കോച്ച് അവരെ നയിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഈ സീസണിൽ പുതിയതായിട്ട് ടീമുമായിട്ട് ചേർന്നിട്ടുണ്ട്. സാബി അലോൺസോയുടെ ഗെയിം നമുക്ക് എല്ലാവർക്കും അറിയാം. ബയർ ലെവർക്യൂസനെ ചാമ്പ്യൻസ് ആക്കിയ ഒരു കോച്ചാണ്. അതും അൺഡിഫീറ്റഡ് ആയിട്ട് ഒരു സീസൺ മുഴുവനും കൊണ്ടുപോയി ചാമ്പ്യൻസ് ആക്കിയതാണ്. അപ്പം ആ ഒരു ഫാക്ടർ എന്തായാലും ചെൽസിക്ക് ഉണ്ടാവും. ആൻഡ് ചെൽസി ഈസ് നോട്ട് പ്ലേയിങ് യൂറോപ്പ് ചാമ്പ്യൻസ് ലീഗ് ഒന്നും കളിക്കാത്ത ഒരു ചെൽസിയാണ്. അപ്പം ദേ ഗെറ്റ് മോർ ടൈം. ആൻഡ് ഓൾസോ ചെൽസി കൊണ്ടുവന്നിട്ടുള്ള പ്ലെയേഴ്സ് ഡെഫിനറ്റ്ലി മോർഗൻ റോജേഴ്സ് വരുന്നു, ഡിഫൻസിൽ മാക്സിൻ ലക്രോയ് ക്രിസ്റ്റൽ പാലസിൽ നിന്ന് വരുന്നുണ്ട്, ആൻഡ് സ്ട്രൈക്കർ പൊസിഷനിൽ ഡാനി വെൽബെക്ക് ഒരു യൂട്ടിലിറ്റി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ സീസണിലൊക്കെ ബ്രൈറ്റന് വേണ്ടിയിട്ട് 10+ ഗോൾസ് നേടിയിട്ടാണ്. സോ ഈ വിൽ ബി റിയലി ഹെൽപ്ഫുൾ. ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ വന്നിട്ട് ടീമിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഡെഫിനറ്റ്ലി ഹി കുഡ് ബി ദർ. ജോർഡൻ എൻഡർസൺ വരുന്നുണ്ട്, ബാർക്കോ, പെലസ്ട്ര, ജിയോവാനി ക്വെൻഡ, പിന്നെ ബെറ്റോണി, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് അവർക്ക് വരുന്നുണ്ട്. പിന്നെ ഔട്ടായി പോയിട്ടുള്ള പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ മാർക്ക് കുക്കുറയുണ്ട്, ടൈറിക് ജോർജ്, ഗാർനാച്ചോ. അപ്പോൾ അങ്ങനത്തെ ഉള്ള കുറച്ച് പ്ലേയേഴ്സാണ് ഔട്ടായിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു ചെൽസി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് ദേ ഹാവ് എ ഗുഡ് ടീം. അവരെപ്പോഴും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രെങ്ത് കീപ്പ് ചെയ്യാറുണ്ട്. സോ അത് തന്നെയാണ് ഇവിടെ ചെൽസി മുമ്പോട്ട് നയിക്കുന്ന ഫാക്ടേഴ്സ്. എന്തായാലും സാബി അലോൺസോ ഒരു കിടിലൻ കോച്ച് തന്നെയാണ്. ആൻഡ് ടീമിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ട് ഈ ടീമിനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത്. ആൻഡ് ഓൾസോ വി നോ ദറ്റ് ഹി പ്ലേ വിത്ത് ബാക്ക് 3 അല്ലെങ്കിൽ ബാക്ക് 5 ഇൻക്ലൂഡിങ് ദ വിങ് ബാക്ക്. അപ്പം എന്താ പറയുക, അപ്പം ഈ ഒരു പൊസിഷനിൽ കളിക്കുമ്പോൾ ഒരു പ്രോപ്പർ ഡിഫൻസീവ് സ്ട്രക്ചർ കീപ്പ് ചെയ്തിട്ടുള്ള കളിയായിരിക്കും ചെൽസിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ആൻഡ് ഐ തിങ്ക് ദറ്റ് വിൽ റിയലി ഹെൽപ്പ് ചെൽസി ടു ഫെയർ ബെറ്റർ. ആൻഡ് ദറ്റ് ഇസ് ദ റീസൺ വൈ ഐ പുട്ട് ദം ഇൻ ദ 3rd പൊസിഷൻ. പൊസിഷൻ 2 മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അതെ, കഴിഞ്ഞ സീസണിൽ 3rd പൊസിഷനിലേക്ക് എത്തി. ആൻഡ് മൈക്കൽ കാരിക്കിൻ്റെ അണ്ടറിൽ അവർ ടുവേർഡ്സ് ദി എൻഡ് മൈക്കൽ കാരിക്ക് വന്നതിന് ശേഷമുള്ള ടോട്ടൽ പോയിന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയിട്ടുള്ളത്. അപ്പം ഈ ടീമായിട്ട് ഓൾറെഡി സെറ്റായിട്ടിരിക്കുവാണ് മൈക്കൽ കാരിക്. സോ ഹി നോസ് ദ ടീം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം അഡീഷണൽ കുറച്ച് സൈനിങ്സ് വന്നിട്ടുണ്ട്. ആൻഡ് ആൻഡ്രേ സാന്റോസ് വന്നിട്ടുണ്ട്, ആൻഡ് ടീലെമെൽസ്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക സ്ട്രെങ്ത് കുറവായിട്ടുള്ള മേഖലയായിരുന്നു മിഡ്ഫീൽഡ്. ആ മിഡ്ഫീൽഡിലേക്ക് അത്യാവശ്യം എന്താ പറയുക സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഹിയർ ദറ്റ് കാർലോസ് ബലേബയും കൂടെ വരുന്നുള്ള ഒരു സിറ്റുവേഷൻ ആയി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി അത് നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഗെയിം ടോട്ടലി അതൊരു സ്ട്രെങ്ത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഓൾസോ മേ ബി ഒരു ഡിഫെൻസീവ് പ്ലെയർ വരികയോ അല്ലെങ്കിൽ പിന്നെ അതിനുശേഷം ഡെഫിനറ്റ്ലി ലൂക്ക് ഷോന് പകരം ഒരു ലെഫ്റ്റ് ബാക്കും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ്. എനിക്ക് തോന്നുന്നു ആ ലൂക്ക് ഷോയുടെ പൊസിഷനിൽ ഒരു പ്ലെയർ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ ബാക്കപ്പ് സ്ട്രൈക്കർ. കാരണം സെസ്കോ ഇല്ലാത്ത സിറ്റുവേഷനിൽ ഒരു ബാക്കപ്പ് സ്ട്രൈക്കർ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സ്ട്രോങ് സ്ക്വാഡായി. പിന്നെ നമ്മുടെ ഡിഫൻസിൽ നമ്മുടെ പ്ലെയേഴ്സ് ആരാ, ഡിലിറ്റ് ആയാലും പിന്നെ അതിനുശേഷം ലിസാൻഡ്രോ മാർട്ടിനസ്, ഈ 2 പ്ലെയേഴ്സ് അവർ പരിക്കൊക്കെ മാറി അത്യാവശ്യം ഒരു ഇഞ്ചുറി ഫ്രീ ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കുവാണെങ്കിൽ ഫോർ എ പ്രൊലോങ് ടൈം, ഒരു സീസൺ മുഴുവനും അത്യാവശ്യം വലിയ രീതിയിലുള്ള ഇഞ്ചുറി ഒന്നും വരാതെ നിൽക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ഹാവ് എ ഗുഡ് സീസൺ. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് വിൽ ബി വെരി ക്രൂഷ്യൽ ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കഴിഞ്ഞ സീസണിലുള്ള അസിസ്റ്റ് റെക്കോർഡ് നേടി. അപ്പം അതിൻ്റെ ഒരു തുടർച്ച തന്നെ കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അതുകൊണ്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഞാൻ ആ 2nd പൊസിഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പൊസിഷൻ നമ്പർ 1 ആർസണൽ. ദ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആർസണലിനെ ഞാൻ വീണ്ടും കപ്പ് ഉയർത്താൻ വേണ്ടിയിട്ട് ആ പൊസിഷനിലേക്ക് ഞാൻ വീണ്ടും എത്തിച്ചിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ഓൾറെഡി അവർക്ക് നല്ല സ്ട്രോങ് സ്ക്വാഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ബ്രൂണോ ഗിമാരസും പിന്നെ എന്താ പറയുക ടിസോലസും ഹിംകാപ്പി, മെസ്ലിയർ ഇതേപോലത്തുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നു. പിന്നെ ട്രൊസാർഡ്, കിവിയോർ, നൊഗാർഡ് ഇതേപോലത്തുള്ള പ്ലേയേഴ്സ് വിട്ടു പോകുന്നു. അപ്പം വലിയ നോട്ടബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഒന്നും അല്ല പുറത്ത് പോയിരിക്കുന്നത്. സോ ആൻഡ് ദേ ഗെറ്റിംഗ് ബ്രൂണോ ഗിമാരസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ച് പറഞ്ഞാൽ സ്ട്രെങ്ത്തിൽ നിന്നും സ്ട്രെങ്ത്തിലേക്കാണ് ആർസണൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ദേ ഹാവ് എവറിത്തിങ്. ഇപ്പോൾ അർട്ടേറ്റ ആയിട്ട് ഈ ടോപ്പ് 6 ടീംസിൻ്റെ കോച്ചസിൽ നോക്കിക്കഴിഞ്ഞാൽ അർട്ടേറ്റയാണ് ഏറ്റവും കൂടുതൽ
എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോച്ച്, ആൻഡ് ദറ്റ് ഇസ് ദ റീസൺ വൈ ഹി ഹാസ് ഓൾറെഡി സെറ്റ് ദിസ് ടീം പ്രോപ്പർലി. അപ്പം ഡെഫിനറ്റ്ലി അർട്ടറ്റയുടെ അണ്ടറിൽ ഒരു ഡിഫെൻഡിങ് ചാമ്പ്യൻസ് വീണ്ടും കപ്പടിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയായിട്ടാണ് ഞാൻ ഈ ഒരു പ്രഡിക്ഷൻ കൊണ്ടുവരുന്നത്. ആൻഡ് ആർസണൽ വിൽ ബി ദ ചാമ്പ്യൻസ് ഓഫ് 2026-27 സീസൺ. സോ എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈ ഞാൻ പറഞ്ഞ ഈ എൻ്റെ പ്രഡിക്ഷൻസിൽ നിന്നും വിപരീതമായിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ലൈക്ക് വാട്ട് ആർ യുവർ പ്രഡിക്ഷൻസ് ഫ്രം 1 to 6? ഓക്കെ, സോ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.